പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഇതുവരെ ഇവിടെ പരാമർശിച്ചത് 3 ത്വലാഖിനെ കുറിച്ചും അത് സംബന്ധമായ വാദങ്ങളെ കുറിച്ചൊക്കെയാണ്. എന്നാൽ കോടതിയിൽ ന്യൂനപക്ഷത്തിൻ്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തിനും അവരുടെ മാനസികാവസ്ഥക്കൊന്നും യാതൊരു തരത്തിലുള്ള പോറലും ഏൽക്കാത്ത തരത്തിലാണ് ഈ വിഷയത്തിനെ കൈകാര്യം ചെയ്തിരുന്നത്. എന്നിരുന്നാലും മുത്തലാഖ് മാത്രമാണ് ഇവിടെ പരാമർശ വിഷയമെങ്കിലും അത്രയും കാലയളവിൽ പൊതുസമൂഹത്തിൽ മുത്തലാഖും അതിനോട് അനുബന്ധമായിക്കൊണ്ട് വിവാഹമോചന രീതിയായ ത്വലാഖും അതേപോലെ തന്നെ ഇവകളെയൊക്കെ പിന്നിലുള്ള നടപടിക്രമങ്ങളും അതിന് ആധാരമായിട്ടുള്ള ഖുർആനിൻ്റെ അധ്യാപനങ്ങളും ഇസ്ലാം കാഴ്ചവെക്കുന്ന മറ്റു സാമൂഹികപരമായിട്ടുള്ള രീതികളുമൊക്കെ ചർച്ചക്കും വിമർശനത്തിനുമൊക്കെ വിധേയമാക്കപ്പെടുകയുണ്ട്. സത്യത്തിൽ അത്തരം ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെ മാതൃകാപരമായ രീതിശാസ്ത്രത്തിനെ തെറ്റിദ്ധാരണപൂർവം മനസ്സിലാക്കുന്ന ഒരു സാഹചര്യവും അവർക്ക് തിരുത്തുവാനും ഇതാണ് കൂടുതൽ ശരിയെന്ന് മനസ്സിലാക്കുവാനുമുള്ള അവസരങ്ങൾ കുറഞ്ഞു പോവുകയും ചെയ്തത് കണ്ടതിൻ്റെ ഫലമായി മാന്യ സഹോദരങ്ങൾ ഖുർആനിൻ്റെ അധ്യാപന രീതികളും അതിൻ്റെ നിയമങ്ങളുമൊക്കെ മാതൃകാപരമാണെന്ന് മനസ്സിലാക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ സംസാരം ഞാൻ നിർവഹിക്കുന്നത്. സാധാരണ പരിശുദ്ധമായ ഖുർആൻ അതുപോലെ തന്നെ പരിശുദ്ധ ദീനുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദമ്പതികൾക്ക് പിരിയണമെന്ന് തോന്നുമ്പോൾ കേവലം വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ടുകൊണ്ട് പിരിഞ്ഞുകൊണ്ട് അവർക്ക് പിരിയലിന് രേഖ ഉണ്ടാക്കി കൊടുക്കുന്ന കേവല പ്രവർത്തനമായല്ല ദീൻ ഇതിനെ കാണുന്നു. മറിച്ച് പരിശുദ്ധ ഖുർആൻ അതിന് കൃത്യമായ രീതികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായും ഇവിടെ വിമർശനത്തിന് വിധേയമായ മുത്തലാഖ് എന്ന് പറയുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും ഇസ്ലാമിൻ്റെ വിവാഹമോചനങ്ങളെല്ലാം വളരെ ചിട്ടയോടുകൂടി മാതൃകാപരമായി നിർവഹിക്കേണ്ട സംഗതിയാണെന്നും അതിൻ്റെ നിലപാടുകളും അതിൻ്റെ നിയമങ്ങളും ഒക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ചർച്ചകളിൽ സമുദായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പല ആളുകളും അവതരിപ്പിക്കുമ്പോഴും ഒക്കെ ചില എതിർ വിമർശനങ്ങൾ കാണാനിടയായി. ഉദാഹരണമായിട്ട് ത്വലാഖ് 2 പേർക്കിടയിൽ വിവാഹമോചനത്തിന് സാധ്യത ഉരുത്തിരിയുമ്പോൾ ഭർത്താവ് ഭാര്യയെ ഉപദേശിക്കണമെന്നും ഉപദേശം ഫലിച്ചില്ലെങ്കിൽ കിടപ്പറയിൽ അവളെ വേർപ്പെടുത്തണമെന്നും അതിനും ഫലിച്ചില്ലെങ്കിൽ അവളെ ശിക്ഷിക്കണമെന്നും ഉള്ള ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പറയുമ്പോൾ വളരെ പരിഹാസത്തോടു കൂടി അതിനെ എതിരേറ്റവരുണ്ട്. 2 പേർ തമ്മിൽ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി മഞ്ഞുരുകി തീരാൻ വേണ്ടിയിട്ട് രണ്ടാളും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ തിന്മകൾ പോരായ്മകളെ മറച്ചുകൊണ്ടുള്ള രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുകയല്ലേ കൂടുതൽ ഫലപ്രദമായ രീതി. അതിലുപരി ഒരാൾ മറ്റേയാളെ ഉപദേശിക്കുമ്പോൾ സൗഹൃദം അകലുകയല്ലേ ചെയ്യുക. അതിനപ്പുറം ഒരാൾ മറ്റേയാളോട് പിണങ്ങുകയും കിടപ്പറയിൽ വെടിയുകയും ചെയ്യുമ്പോൾ കുറച്ചുകൂടി മൂർച്ഛിക്കുകയല്ലേ ചെയ്യുക. അതിലുപരി ഒരാൾ മറ്റേയാളെ ശിക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ കൂടുതൽ ഗൗരവകരമായ രീതിയിലേക്ക് പര്യവസാനിക്കുകയല്ലേ ചെയ്യുക. അതുകൊണ്ട് ആധുനികതക്കും സ്വാഭാവിക ബുദ്ധിക്കും ഒന്നും യോജിക്കാത്ത തരത്തിലുള്ള നിർദ്ദേശങ്ങളല്ലേ പരിശുദ്ധമായ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് എന്ന ചോദ്യവും പരിശുദ്ധമായ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ കാലോചിതമല്ലെന്നും ഇത്തരം കാര്യങ്ങളെ കൊണ്ട് തന്നെ അത് തിരുത്തപ്പെടേണ്ടതും
ആധുനികവൽക്കരിക്കേണ്ടതുമാണെന്ന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത മുസ്ലിം നാമധാരികളും വെച്ചു കീറി കാച്ചുന്നതും കേൾക്കാനിടയാവുകയുണ്ടായി. സത്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ അത് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് യോജിക്കാത്തതാണെന്ന് തോന്നിപ്പോവാം. പക്ഷേ ഒരിക്കലും അതിന് ചാൻസ് ഇല്ല. കാരണം ദൈവികമായി ലോകനാഥനാൽ നിർമ്മിക്കപ്പെട്ട ഒരു മതവും അതിനെ വിശദീകരിക്കുവാൻ വേണ്ടി വന്ന ഒരു പരിശുദ്ധ ഗ്രന്ഥവും അതിനെ പഠിപ്പിക്കുവാൻ വേണ്ടി വന്ന ഒരു ദൂതനും ഒരിക്കലും തന്നെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതൊന്നും പഠിപ്പിച്ചു പോകുമെന്ന് ഒരാൾക്കും ചിന്തിക്കാൻ നിർവാഹമില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചിന്തിക്കുവാനുള്ളത്, കേവല മനുഷ്യന്മാരാൽ ചിന്തിക്കുകയും അവരാലാൽ വിപുലീകരിക്കപ്പെട്ടതുമായ ഇന്ന് കാണുന്ന ആധുനിക നിയമങ്ങൾക്കെല്ലാം ഉപരിയായിക്കൊണ്ട് വളരെ മാതൃകാപരമായും മാനുഷികപരമായും നിലനിൽക്കുന്ന നിയമശാസ്ത്രങ്ങളാണ് ഈ ഒരു ദിവ്യ മതത്തിനും ദിവ്യ ഗ്രന്ഥത്തിനും അവതരിപ്പിക്കാൻ ഉള്ളത് എന്ന വസ്തുതയിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. പൊതുസമൂഹത്തിൽ ദമ്പതികൾ തമ്മിൽ പിരിയണമെന്ന് തീരുമാനിക്കുമ്പോൾ കോടതികൾ സാധാരണ ചോദിക്കാറുള്ളത്, പൊതുസമൂഹം സാധാരണ മനസ്സിലാക്കാറുള്ളത്, രണ്ടുപേരും ഒത്തൊരുമിച്ച് തീരുമാനിച്ചു കൊണ്ടാണോ പിരിയുന്നത് എങ്കിൽ അതിന് പച്ചക്കൊടി നൽകുന്ന ഒരു അവസ്ഥയുണ്ട്. സ്വാഭാവികമായും നമുക്ക് ചോദിച്ചുകൂടെ, ഇവർക്ക് രണ്ടുപേർക്കും ഈ ദാമ്പത്യം വെടിയണമെന്ന വിഷയത്തിൽ ഏകോപനം ഉണ്ടാവണം എന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാനാവും? അങ്ങനെ ഇവർക്ക് ഈ വിഷയത്തിൽ ഏകോപനം ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്തിനു പിരിയണം? കാരണം ജീവിതത്തിന്റെ മേഖലകളിലൊക്കെ ഏകോപനത്തിന് സാധിക്കാത്തത് കൊണ്ടല്ലേ, അവരുടെ മനസ്സുകൾ ഏകോപനത്തിൽ എത്താത്തത് കൊണ്ടല്ലേ ഒരു വേർപാടിന് തന്നെ അവർക്ക് കാരണമാവുന്നത്. അപ്പോൾ ഇവരുടെ മാനസികാവസ്ഥ ഒരുപോലെ അല്ലാത്തത് കൊണ്ടാണ് ദാമ്പത്യത്തിന്റെ മോചനത്തിന് തന്നെ ഇവർ ആവശ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ മോചനത്തിന്റെ കാര്യത്തിലും രണ്ടുപേരും ഏകാഭിപ്രായം ആവണം എന്ന് നിർബന്ധം പുലർത്തുന്നത് വിഡ്ഢിത്തമാണ്. കാരണം വിവാഹം ഒരു കോൺട്രാക്റ്റ് ആണ്, ഒരു കരാറാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റു പല കരാറുകളുമുണ്ട്. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കരാറിൽ ഏർപ്പെടും. കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരാൾക്ക് വളരെയധികം ലാഭകരമാണെന്നും മറ്റൊരാൾക്ക് അത്ര തന്നെ ലാഭകരമല്ലെന്നും മനസ്സിലാക്കുകയും ഈ കരാറിൽ നിന്ന് പിന്തിരിയണമെന്ന് ഒരാൾ ആഗ്രഹിക്കുകയും മറ്റേ വശത്തുള്ള ഇയാൾ പിന്തിരിയുന്നത് തനിക്ക് നഷ്ടമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരാറുകൾ എപ്പോഴും രണ്ടുപേരും പരസ്പരം പിന്തിരിയാൻ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലാവണമെന്നില്ല. ചില നീക്കുപോക്കുകളിലൂടെ മാത്രമേ അത്തരം സന്ദർഭത്തിൽ നമുക്കതിനെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിവാഹമോചനങ്ങളെ എപ്പോഴും ഉഭയകക്ഷി ഏകസമ്മതം എന്ന് പറയുന്ന ഒരു നിലപാട് ബുദ്ധിപൂർവം അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഈ ദൈവികമായ മതം അതിൻ്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ചില നടപടിക്രമങ്ങളൊന്നും രണ്ടുപേർ തമ്മിൽ പരസ്പരം അകലുമ്പോൾ കാണിക്കേണ്ട നടപടിക്രമങ്ങളല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ പൊതുസമൂഹം ചോദിച്ച ഈ ചോദ്യങ്ങളെല്ലാം ന്യായവുമാണ്. രണ്ടുപേർ പരസ്പരം അകലുമ്പോൾ ഒരിക്കലും തന്നെ ഒരാൾ മറ്റേയാളെ ഉപദേശിക്കുന്നതും ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അത് കൂടുതൽ അകൽച്ചയിലേക്കും, രണ്ടുപേർ വേർപിരിയുന്നത് അതിനേക്കാൾ വലിയ അകൽച്ചയിലേക്കുമാണ് മാറുക. ആ ബന്ധം തകരാനെ അത് ഉപകരിക്കൂ എന്നത് വളരെ കൃത്യമാണ്. പക്ഷേ ഈ ദൈവിക ഗ്രന്ഥം വിവാഹമോചനത്തിന് വളരെ ബോധപൂർവം 3 തരത്തിലുള്ള രീതിയാണ് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. വിവാഹം എന്ന കരാറിൽ ഭാര്യയുടെ അച്ചടക്കരാഹിത്യം, മര്യാദക്കേട് ഭർത്താവിനെ സാരമായി ബാധിക്കുകയും ഭർത്താവിനെ സഹിക്കവയ്യാതാവുകയും ചെയ്യുകയും ഭർത്താവ് ഈ വിവാഹം മോചനത്തിലേക്ക് ആവശ്യപ്പെടുകയും
ചെയ്യുക. എന്നാൽ അതോടൊപ്പം ഭാര്യക്ക് അങ്ങനെ ഒരു വിവാഹമോചനത്തിന്റെ ആവശ്യം ഇല്ലാത്തൊരവസ്ഥയും അവൾ ആവശ്യപ്പെടുന്നത്, ഞാൻ ഇയാളുടെ ഒപ്പം ആവുന്നതിന് പ്രശ്നമില്ല, എനിക്ക് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുണ്ട്, എന്റെ കാര്യങ്ങൾ എനിക്ക് ലഭിക്കണം എന്ന് അവൾ വാദിക്കുന്നു. ഇത്തരം വാദങ്ങളോ അല്ലെങ്കിൽ ഇത്തരം നിലപാടുകളോ ഒന്നും ഇയാൾക്ക് സഹിക്കവയ്യാതെ ഇദ്ദേഹം വിവാഹമോചനം ലഭിക്കണമെന്നും ഭാര്യക്ക് അത്തരം ഒരു ആവശ്യം ഇല്ല എന്നും വരും. ഇങ്ങനത്തെ ഒരവസ്ഥ. 2, ഭർത്താവ് നിരുത്തരവാദിത്തപരമായി പെരുമാറുകയും പീഡനം നടത്തുകയും ഭാര്യക്ക് അത് സഹിക്കവയ്യാതാവുകയും, എന്നാൽ ഭർത്താവിന് പുതിയൊരു വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കുക തന്നെ ചെയ്യാതിരിക്കുന്നു. അദ്ദേഹത്തിന് വിവാഹമോചനത്തിന് അദ്ദേഹം സമ്മതമല്ല. ഭാര്യയാണെങ്കിൽ ഈ വിവാഹത്തിൽ നിന്നും മോചിതയായേ തീരൂ എന്നും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ. 3-ാമതാണ് നേരത്തെ പറഞ്ഞ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ട് ഇനി മുന്നോട്ട് പോവാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുന്നത്. അത്തരം ഒരവസ്ഥയിൽ സ്വാഭാവികമായും ഖുർആൻ നേരത്തെ പറഞ്ഞ ഒരു ചികിത്സയും പറയുകയില്ല. അത് പറയുന്നത് വിഡ്ഢിത്തമാണെന്ന് ഈ ദൈവിക ഗ്രന്ഥം കൃത്യമായി അതിൽ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ. വിശദമായി പറഞ്ഞാൽ സൂറത്തു നിസായിൽ 34-35 വചനങ്ങളാണ് ഈ കാര്യത്തെയൊക്കെ പരാമർശിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ അതിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് പറയുന്നുണ്ട്, വല്ലാത്തി തഹാഫൂന നുശൂസഉന്ന. ചില സ്ത്രീകൾ അവർ നിങ്ങളോട് അനുസരണക്കേട് കാണിക്കുകയും ദാമ്പത്യത്തിൽ അത് കല്ലുകടിയായി മാറുകയും നിങ്ങൾക്ക് സഹിക്കവയ്യാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഫഅലുഹുന്ന, നിങ്ങൾ അവരോട് സാരോപദേശം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അതൊക്കെ ഈ ഗ്രന്ഥം വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് കൃത്യമായി മനസ്സിലാവും. ഒരിക്കലും തന്നെ ഭീഷണി സ്വരമല്ല, മറിച്ച് ദാമ്പത്യത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ, സുന്ദരമായി പോകുന്ന ദാമ്പത്യത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ദൈവത്തിന് നിരക്കാത്തതാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്, ഭയാനകമായ ശിക്ഷ അവനിൽ നിന്നും ലഭിക്കും എന്നൊക്കെ തരത്തിലുള്ള മതപരമായ രീതിയിലുള്ള ആദർശ ഉപദേശങ്ങളാണ് അവിടെ നടത്തേണ്ടതെന്ന്. കാരണം അവൾ ഈ ചെയ്യുന്ന പ്രശ്നത്തിൽ നിന്നും അവളെ ഭീഷണിപ്പെടുത്തുകയോ അവളെ വിവാഹമോചനത്തിലേക്ക് എത്തിക്കുകയോ ചെയ്തൊരു പാവം പെണ്ണാണ്, തെറ്റിദ്ധാരണ പോലെ അറിവില്ലായ്മ മൂലം ചെയ്യുന്നതാണ്, അവൾ തിരുത്താൻ ശ്രമിക്കണം. 2, അങ്ങനെ ആയില്ലെങ്കിൽ രണ്ടാമത്തെ വഹ്ജുറുഹുന്ന ബിൽ മളാജിഇ എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ടും കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ പ്രശ്നം 2 എണ്ണമായി. 1, ഇദ്ദേഹത്തിനോട് കാർക്കശ്യത്തിൽ പെരുമാറുന്നു, അതിന് അദ്ദേഹം സാരോപദേശങ്ങൾ നടത്തുന്നു. ഈ 2 കാര്യത്തിലും ഇയാൾ അനുസരിക്കുന്നില്ല. ഇയാൾ പറഞ്ഞിട്ടും മുൻധാരണകൾ നൽകിയിട്ടും അതിനെയും അവൾ അനുസരിക്കാതിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് എത്തുന്നു. പ്രശ്നം കുറച്ചുകൂടി ഗൗരവമാണ്. ഇനി അവിടെ ചെയ്യാനുള്ളത്, താൻ ഭക്ഷണം കൊടുത്ത് തൻ്റെ ഒപ്പം താമസിപ്പിക്കുന്ന ഒരു ഭാര്യ തന്നോട് അനുസരണക്കേട് കാണിക്കുകയും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും വീണ്ടും അത് തുടരുകയും ചെയ്യുന്നത് കുറച്ചുകൂടി ഗൗരവമാണ്. അവിടെയാണ് അവളോട് പിണങ്ങി നിൽക്കണം. കിടപ്പറയിൽ അവളോട് വിട്ടുകിടന്നുകൊണ്ട് തൻ്റെ ആ താല്പര്യക്കേട് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഇനിയെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ, ഇദ്ദേഹത്തിന് എൻ്റെ നിലപാടുകൾ കൂടുതൽ പ്രശ്നമായി തോന്നുന്നു എന്ന് മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ്. അതിനും അവൾ വഴങ്ങുന്നില്ലെങ്കിൽ തൻ്റെ കീഴിൽ നിന്നുകൊണ്ട്, തൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് കുറച്ചുകൂടി വലിയ പ്രതിഷേധ സ്വരങ്ങളാണ് അവൾ ഉയർത്തുന്നത് എന്നും. അങ്ങനെ വരുമ്പോൾ 3-ാമതായി അത് കുറച്ചുകൂടി ഗൗരവമാവുന്നു. അവിടെയാണ് അവൾക്ക് അവളെ എന്തെങ്കിലും തരത്തിൽ അടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഈ അടിയെക്കുറിച്ച് കുറച്ചുകൂടി നേരത്തെ പറഞ്ഞതിന് അപ്പുറത്തേക്ക് എൻ്റെ കാര്യങ്ങൾ ഗൗരവത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ളതാണ്, അല്ലാതെ പരിക്കുകൾ നൽകാനുള്ളതല്ല. അതുകൊണ്ട് തൊലിയിൽ അതിൻ്റെ അടയാളങ്ങൾ ഒന്നുമേ കാണാത്ത തരത്തിലാണ് ഈ അടി നിർവഹിക്കേണ്ടതെന്നും ഒരു മെസ്സേജ് നൽകൽ മാത്രമാണ് അതുകൊണ്ട് ഉണ്ടാവേണ്ടതെന്നും കൃത്യമായും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്.
ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതികളൊക്കെ രണ്ടുപേർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴല്ല, ഒരാളുടെ പ്രശ്നം മറ്റേയാൾക്ക് സാരമാവുമ്പോൾ അത് തിരുത്തപ്പെടാൻ വേണ്ടി മാത്രമാണ്. ഈ ചികിത്സകളൊക്കെ നിർവഹിക്കുമ്പോൾ ഒന്നുകിൽ ഈ സ്ത്രീക്ക് കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് അവൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരും. അങ്ങനെ വരാവുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നടപടികൾ നിർവഹിക്കുകയും അങ്ങനെ പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും ചെയ്തിട്ടും ഇനിയും അവളെ വിവാഹമോചനം നടത്താൻ പാടില്ല. അങ്ങനെ വിവാഹമോചനം നടത്തണമെങ്കിൽ, നടത്തുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ ഈ നടപടികൾക്കൊന്നും നീ നിൽക്കരുത്, ആദ്യമേ നീ വിവാഹമോചനം നടത്തണമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. കാരണം ഈ നടപടികളൊക്കെ നിർവഹിച്ചതിന് ശേഷം വഇൻ അത്വഅനകും, ഇനി അവർ നിങ്ങളോട് നല്ല രൂപത്തിൽ അനുസരിച്ച് തുടങ്ങിയാൽ, എന്നാൽ ഫലാ എന്ന് പറഞ്ഞുകൊണ്ട് ഫലാ തബൂ അലൈഹിന്ന സബീല, അവരോട് ഇനി നിങ്ങൾ മറ്റൊരു വഴിയും ഇനി സ്വീകരിക്കാൻ പാടില്ല, അവളെ ഇനി ശിക്ഷിക്കാൻ പാടില്ല, അവളെ ഇനി അവളോട് വെറുപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല, അവളെ ഇനി വിവാഹമോചനം ചെയ്യാനും പാടില്ല. കാരണം നിനക്കുള്ള പ്രശ്നം നീ തന്നെ പരിഹരിച്ചു മാറ്റി, അവളത് അനുസരിച്ചു, ഇനി അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് പ്രശ്നം ആ രൂപത്തിൽ അവനോട് തന്നെ പരിഹരിക്കാൻ പറയുന്നു. നേരെ മറിച്ച് അവളുടെ കയ്യിൽ മാത്രമല്ല പ്രശ്നം, ഇവൻക്കും അവളോട് ഒത്തുപോവാനാവില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ശിക്ഷാ നടപടികളൊന്നും അവിടെ എടുക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മറ്റൊരു വഴി കാണേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഈ നടപടികളൊക്കെ എടുത്തതിന് ശേഷം അവൾ അനുസരിക്കുന്നുവെങ്കിൽ നീ ഇനി അവളെ ഉപേക്ഷിക്കരുത്, മറ്റൊരു രീതികളും സ്വീകരിക്കരുത്. അങ്ങനെ നീ ഉണ്ട് എങ്കിൽ അതിനർത്ഥം എന്താണ്? നിനക്കും പ്രശ്നമുണ്ടെന്നാണ്, രണ്ടുപേർക്കും പ്രശ്നമുണ്ടെന്നാണ്. രണ്ടുപേർക്കും പ്രശ്നമുള്ളിടത്ത് ഉപയോഗിക്കാനുള്ളതല്ല ഈ രീതികളൊന്നും തന്നെ. അതുകൊണ്ട് രണ്ടുപേർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനെ ഖുർആനിന്റെ അടുത്ത ആയത്തുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് പറയുന്നത് വഇൻ ഖിഫ്തും, തൊട്ട് ശേഷം വഇൻ 35-ാമത്തെ ആയത്ത്, വഇൻ ഖിഫ്തും ശികാക ബൈനിഹിമാ, ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലാണ് അനൈക്യത്തിന്റെ, ശിഥിലീകരണത്തിന്റെ നാമ്പുകൾ പൊട്ടിപ്പുറപ്പെട്ടതെങ്കിൽ, നിങ്ങൾ ഭയക്കുന്നതെങ്കിൽ, ഇത് തകരുമെന്ന് തോന്നുന്നതെങ്കിൽ, അവിടെയുള്ളത് ശിക്ഷയും ഒന്നുമല്ല. സ്വാഭാവികമായി നമുക്കറിയാം, രണ്ടുപേർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, ഒരാൾ മറ്റേയാളെ സാരോപദേശം ഉണ്ടാവുമ്പോൾ നീ ഒരു വലിയ ആൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് പൊട്ടി വലുതാവുകയല്ലാതെ ചുരുങ്ങില്ല, ഉറപ്പാണ്. അങ്ങനെ ഖുർആൻ നിർദ്ദേശിച്ചിട്ടുമില്ല. അവിടെ പറയുന്ന ചികിത്സ ഫബഅതു ഹകമൻ മിൻ അഗ്ലിഹി വഹകമൻ മിൻ അഗ്ലിഹാ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഒന്നിലേക്കും നിൽക്കരുത്, ഇനി നിങ്ങൾ സ്വയമേ ഒന്നും ചെയ്യരുത്. പകരം ഈ വിഷയം അവനവന്റെ കുടുംബത്തിലുള്ള തൻ്റെ ഇടമുള്ള പ്രതിനിധികളോട് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുക. ഭാര്യ അവളുടെ കുടുംബത്തിലുള്ള തൻ്റെ ഇടമുള്ള പ്രതിനിധികളോടും ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് പ്രതിനിധികൾ പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഇവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കുകയും യോജിപ്പിലേക്ക് മറ്റു പലരുടെയും ഈ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം ഓരോരുത്തരുടെയും വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് ഒന്നിച്ചു പോവാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ് അവരുടെ ഉപദേശപ്രകാരം ഒന്നിച്ചു പോവുകയും, അതല്ല ചർച്ചയിൽ നിന്ന് തന്നെ ഒന്നിച്ചു പോവാനാവാത്ത വിധത്തിൽ വിള്ളലുണ്ടായിട്ടുണ്ട് എങ്കിൽ വേർപിരിയാനുള്ള രീതിയിലേക്ക് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതുമാണ്. പക്ഷെ അപ്പോഴും ഒരിക്കലും തന്നെ ഖുർആൻ വേർപിരിയരുത് എന്ന് പറയുന്നില്ല, വേർപിരിയാതിരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് മാത്രം. കാരണം ഖുർആൻ പറയുന്നു, ഇൻ യുരീദ ഇസ്ലാഹൻ യുവഫിക്കില്ലാഹു ബൈനഹുമാ, ഇനി അവർക്ക് രഞ്ജിപ്പിലെത്താനും ഐക്യത്തിലെത്താനുമാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു അവർക്കിടയിൽ ഐശ്വര്യവും അള്ളാഹു അവർക്ക് സർവ്വവിധ ഭാവുകങ്ങളും തൗഫീഖ് നൽകുമെന്ന് ഉറപ്പു തരികയാണ്. പക്ഷെ ഒരിക്കലും ഖുർആന് പറയാനാവില്ല നിങ്ങൾ പിരിയരുത് എന്ന്. കാരണം ഇതൊക്കെ മാനസികമാവും വ്യക്തിപരവുമായ വിഷയങ്ങളാണ്. അതിലൊന്നും കാർക്കശ്യപരമായ നിലപാട് ഒരിക്കലും തന്നെ ഒരാൾക്കും പറയാൻ സാധിക്കില്ല എന്ന പ്രകൃതി മതം മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിന് കാർക്കശ്യം പറയാതിരുന്നത്. ഇതുകൊണ്ടൊക്കെ വിമർശകരുടെ വിമർശനത്തിന് യാതൊരു പഴുതുമില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധ്യമാവുന്നതാണ്.
പിടിച്ചോ. ഇനി മാത്രമല്ല, ഭർത്താവിനെ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റാത്ത രൂപത്തിൽ എന്ത് ചെയ്യണമെന്നും ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാര്യക്ക് ഭർത്താവിൽ നിന്നുള്ള അനുവദനീയമായിട്ടുള്ള രൂപത്തിലുള്ള സംരക്ഷണമില്ല, അവളെ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ അവൾക്ക് പരാതിയുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം കൃത്യമായി കാളിയെയോ ഭരണാധികാരിയെയോ ഈ വനിത സൂചിപ്പിക്കുന്ന പക്ഷം അവൾക്ക് ഫസ്ഖ് മുഖാന്തരം അദ്ദേഹത്തിൽ നിന്ന് വേർപെടാവുന്ന ഒരു ഓപ്ഷനും പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ വിവാഹവും വിവാഹമോചനവും എല്ലാം സ്ത്രീവിരുദ്ധമാണെന്ന ധാരണ പറ്റ വിഡ്ഢിത്തമാണ്. ഏകപക്ഷീയമായ രണ്ടുപേരും ഒന്നിച്ച് ധാരണയിലെത്തി മാത്രമേ വിവാഹബന്ധം വേർപെടുത്താവൂ എന്ന ധാരണയും പറ്റിയ അബദ്ധമാണ്. കാരണം ഭർത്താവ് വിവാഹമോചനം ചെയ്യാതിരിക്കുകയും ഭാര്യ അത് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവസ്ഥ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ മുത്തലാഖ് തന്നെ ഉണ്ടാകുന്നതും കുറെയൊക്കെ അങ്ങനെയുമാണ്. സ്ത്രീകൾ തൻ്റെ ഭർത്താവിൽ നിന്നൊരു വിവാഹമോചനം ആവശ്യപ്പെടുകയും നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ത്രീ ഖാദിയെ എടുത്തെത്തിക്കൊണ്ട് തൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് മോചനം വേണമെന്ന് കാര്യകാരണ സഹിതം ബോധിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വിടുതി വാങ്ങാൻ ഭർത്താവിൻ്റെ അനുവാദം ഇല്ലാതെ തന്നെ ഭാര്യയ്ക്ക് സാധ്യമാണ്. എന്നാൽ ഇങ്ങനെ സംഭവിക്കാമോ, എപ്പോഴും വിവാഹം മോചനം രണ്ടുപേർക്കും ഇടയിൽ ധാരണ വേണ്ടേ എന്നത് ബുദ്ധിപരമായ ഒരു ചിന്തയല്ല എന്ന് ഈ കഴിഞ്ഞ ദിവസത്തിൽ വന്ന ഒരു പത്രവാർത്തയും നാം കണ്ണോടിക്കേണ്ടതുണ്ട്. കാസർഗോഡുകാരായിട്ടുള്ള നിവ്യ ശിവപ്രസാദ് എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാർ വിവാഹമോചനത്തിന് വേണ്ടി ഈ ഭാര്യ ഭർത്താവിൽ നിന്ന് വിവാഹമോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും എന്നാൽ ഭർത്താവ് അതിന് സമ്മതിക്കാതിരിക്കുകയും ചെയ്യുകയും അങ്ങനെ അവളുടെ വേർപാടിനെതിരെ ഭർത്താവ് കോടതിയിൽ പോവുകയും മറ്റേയാളെ സമ്മതമില്ലാതെ വേർപെട്ടതിന്റെ ഫലമായിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ പല വാദങ്ങളും അംഗീകരിച്ചുകൊണ്ട് കാസർഗോഡ് കുടുംബ കോടതി ഭാര്യ ഭർത്താവിന് ചെലവ് കൊടുക്കണമെന്ന് 6000 രൂപ ജീവനാംശം നൽകണമെന്ന് വിധി പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു ഭാര്യ ഭർത്താവിനെ സഹിക്കവയ്യാതെ ആവുമ്പോൾ അതിനെ വേർപെടാൻ താല്പര്യപ്പെടുന്ന അവസ്ഥ ഉണ്ട് എന്നത് പ്രകൃതിപരമാണെന്നും അങ്ങനെ ഉണ്ടായതിന്റെ ഫലമായി കൊണ്ട് ഈ സ്ത്രീ കോടതിയെ സമീപിക്കുകയും 6000 രൂപ നൽകിയാലും വേണ്ടില്ല, എനിക്കതേ നിർവാഹമുള്ളൂ എന്ന നിലപാടെടുക്കുകയും ചെയ്തത് ഇതിന്റെ തെളിവാണ്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ കുറച്ചുകൂടി വലിയ ഒരു നിർദ്ദേശം പരിശുദ്ധമായ ഖുർആനിൻ്റെത് ഇവിടെ നിർവഹിക്കുവാനും വെക്കാനുമുണ്ട്. ഈ സ്ത്രീ ഹൈക്കോടതിയിൽ പോവുകയും ഈ വിധിക്കെതിരെ അപ്പീൽ ചെയ്യുകയും ചെയ്തപ്പോൾ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുകയുണ്ടായി. അതാണ് നമ്മൾ വാർത്തയിൽ കണ്ടത്. ഹൈക്കോടതി പറഞ്ഞത്, ഒരു സ്ത്രീ ഒരിക്കലും ഭർത്താവിന് ചെലവിന് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. സ്ത്രീയെ പുരുഷൻ നോക്കുക എന്നല്ലാതെ സ്ത്രീ പുരുഷനെ നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവേണ്ടതേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കുടുംബ കോടതി എതിർക്കണം. കുടുംബ കോടതി എതിർത്തില്ലെങ്കിൽ ഹൈക്കോടതിയെങ്കിലും അങ്ങനെയാണ് എതിർക്കേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കോടതി അത് സ്റ്റേ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള ന്യായം, ഈ ഭർത്താവ് തനിക്ക് ജോലി ചെയ്യാനാവില്ലെന്നും ഈ വിവാഹമോചനം മൂലം എനിക്ക് ജോലി നഷ്ടമായെന്നും ചില പാഴ് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ക്രമരഹിതമായ രീതിയിലാണ് ഈ വിവാഹ മോചനത്തിന് വേണ്ടി, ഈ ജീവനാംശത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു
പ്രൂഫുകളെല്ലാം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 6000 രൂപ കൊടുക്കുന്ന ജീവനാംശത്തിനെ എതിർത്തിട്ടുള്ളത്. വളരെ നിർഭാഗ്യകരമായി പോയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തിന്റെ രേഖകളെല്ലാം കൃത്യമായിരുന്നുവെങ്കിൽ കുടുംബ കോടതി വിധിച്ചിട്ടുള്ള ഈ 6000 രൂപ ഭർത്താവിന് ജീവനാംശം നൽകേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ അവസ്ഥ സ്വാഗതാർഹമാണ്, തിരുത്തപ്പെടാൻ പാടില്ലാത്തതാണ് എന്ന ഒരു നിലപാടല്ലേ ഇതിന്റെ പിറകിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ലജ്ജാകരമല്ലേ ഇത്? അബലയായ സ്ത്രീ ആണിനെ പോറ്റേണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥ വളരെ ദൗർഭാഗ്യകരമാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രസക്തി മാതൃകാപരവും മാനുഷികാപരമാണെന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്ന് അവസരിച്ചോ. സത്യത്തിൽ ഇവിടെ പറയേണ്ടിയിരുന്നത്, ഈ കുടുംബ കോടതിയുടെ വിധി ഒരിക്കലും ശരിയല്ല. കാരണം പുരുഷനെ പോറ്റേണ്ട ഒരു ദുർഗതി ഒരിക്കലും സ്ത്രീക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതിനെ സ്റ്റേ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ പരിശുദ്ധമായ ദീനിന്റെ നിലപാട് വളരെ കൃത്യമാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ വിവാഹമോചനത്തിന്റെ മുഴുവൻ നിർദ്ദേശങ്ങളും പറയുന്നതിന്റെ ആ 34-ാം ആയത്ത് തുടങ്ങുന്നത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ എന്ന പദം ഉപയോഗിച്ചാണ്. ഈ വിഷയത്തിൽ സത്യത്തിൽ സമൂഹത്തിന് മുഴുക്കെ മാതൃകയാവുന്ന നിർദ്ദേശമാണ് ഖുർആനിൻ്റേത്. ആ നിർദ്ദേശം, പുരുഷനാണ് സ്ത്രീയുടെ മേലുള്ള മുഴുവൻ ഉത്തരവാദിത്വവും ബാധ്യതയും എന്നാണ്. അവൾ മാതാവായി വരുമ്പോഴും, അവൾ ഭാര്യയായി വരുമ്പോഴും, അവൾ മകളായി വരുമ്പോഴും എല്ലാം തന്നെ ഒരു സ്ത്രീയെ മുഴുവൻ സംരക്ഷിക്കേണ്ടതും അവരുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും പുരുഷന്റെ മേൽ ചുമതലയാണെന്ന് പറയുന്ന ലോകത്തിനെ മുഴുവൻ ഉത്തേജിപ്പിക്കും തരത്തിലുള്ള നിർദ്ദേശമാണ് ഖുർആൻ വെക്കുന്നത്. പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്, ഇനി ഒരിക്കലും തന്നെ ഭർത്താവിന് ചെലവിന് കൊടുക്കേണ്ടി വരുന്ന ദുർഗതി ഒരു സ്ത്രീക്ക് പോലും വരാൻ പാടില്ല. അതിനു മുമ്പിൽ കൃത്യമായ നിലപാട് ഈ പരിശുദ്ധ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്നു എന്ന സന്തോഷകരമായ വാർത്ത ഞാൻ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ്. ഒരിക്കലും തന്നെ ഇസ്ലാമിന് പറയാനാവും, എന്ത് സന്ദർഭം തന്നെ ഉണ്ടായാലും പാവപ്പെട്ട പെണ്ണ് ഭർത്താവിന് ചെലവിന് കൊടുക്കേണ്ടി വരുന്ന ദുർഗതി ഉണ്ടാവാൻ ഒരിക്കലും പരിശുദ്ധ ദീൻ അനുവദിക്കുന്നില്ല. ഇനി നിങ്ങൾ ചിന്തിക്കണം, പൊതുധാരയിൽ ഭർത്താക്കന്മാർ തമ്മിൽ വിമോചിതരാവുന്ന സാഹചര്യത്തിൽ അവർക്കുണ്ടാവുന്ന കുട്ടികളുടെ കാര്യം. ഈ കുട്ടികളുടെ കാര്യത്തിലൊക്കെ സാധാരണ തീരുമാനമെടുക്കാറുള്ളത് 2 വർഷത്തേക്ക് ഉള്ള ചെലവിന് കൊടുക്കലൊക്കെയാണ് ചില കോടതികൾ വിധിക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട പെണ്ണാണ് ഈ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത്. എന്നാൽ പരിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം, പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ചിടത്തോളം, ദാമ്പത്യം എങ്ങനെ പിരിഞ്ഞു പോയാലും ശരി, ആ ദാമ്പത്യത്തിലുള്ള മക്കൾ, ആ മക്കൾ പറയുന്നു ഞാൻ പിതാവിന്റെ കൂടെ പോവാൻ താല്പര്യപ്പെടുന്നു എന്നാണെങ്കിലും, ഞാൻ മാതാവിന്റെ കൂടെ പോവാൻ താല്പര്യപ്പെടുന്നു എന്നാണെങ്കിലും ശരി, ഈ മക്കൾക്ക് പ്രായപൂർത്തിയാവുന്ന കാലമത്രയും അവർക്ക് ചെലവിന് കൊടുക്കേണ്ടതും അവർക്ക് വസ്ത്രങ്ങളും മറ്റു സംവിധാനങ്ങളും ഏർപ്പെടുത്തേണ്ടതുമായ മുഴുവൻ ബാധ്യതയും ഈ പുരുഷന്റെ മേൽ അവതീർണമായിട്ടുള്ളതാണ്, അവന്റെ മേൽ ബാധ്യതയായിട്ടുള്ളതാണെന്ന് കൃത്യമായി അവതരിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും മക്കളെ പോറ്റാൻ എന്ത് ചെയ്യണമെന്നതിൻ്റെ ഏകോപനപരമായ നിലപാടും ഈ സമൂഹത്തിന് വേണ്ടി നിർദ്ദേശിക്കുന്നത് പരിശുദ്ധമായ ഖുർആനാണെന്ന മറ്റൊരു സന്തോഷവും കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ സ്ത്രീക്ക് ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടുവാനുള്ള ഒരു രീതി മാത്രമാണ് ഖാദിയുടെ അടുക്കൽ പോയിട്ടുള്ള ഫസ്ഖ് ചെയ്യുന്ന രീതി. സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാം, ഖാദി ഇല്ല, അല്ലെങ്കിൽ ഖാദി അവൾ പറയുന്നത് മനസ്സിലാക്കുന്നില്ല, ഖാദിയോട് ബോധിപ്പിക്കാൻ അവൾക്ക് രേഖകളില്ല, തെളിവുകളില്ല, ഇത്തരമൊരു സാഹചര്യത്തിലും ഈ സ്ത്രീ കുടുങ്ങിപ്പോകില്ല എന്നൊരു ചോദ്യം ഉണ്ടാവും. ഇല്ല, അങ്ങനെ സാധിക്കാതെ വന്നാലും
സ്വയം ഫസ്ഖ് ചെയ്യാനും പോലും സ്ത്രീക്ക് ഖുർആൻ ദീൻ അനുവാദം കൊടുക്കുന്നുണ്ട്. പരിശുദ്ധ ദീൻ അത്രമാത്രം വിശാലത ഈ വിഷയത്തിൽ കാണിക്കുന്നുണ്ട്. തീർന്നില്ല. ഇങ്ങനെ ഭർത്താവിൽ നിന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലും അദ്ദേഹത്തിനോട് മാനസികമായി യോജിപ്പില്ലാത്തൊരു തരത്തിലും ഭർത്താവിനോട് ഇവൾക്ക് ആവശ്യപ്പെടാം, നിങ്ങൾ എന്റെ ത്വലാഖ് ചൊല്ലിത്തരുമോ, എന്നെ വേർപ്പെടുത്തി തരുമോ, വലിയ ഉപകാരമായിരുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തിൽ നിന്നും വിവാഹമോചനം വാങ്ങുകയും ചെയ്യാം. നേരത്തെ പറഞ്ഞ അത്തരം ഒരു പ്രശ്നം അനുഭവിച്ച ഒരു സ്ത്രീയുടെ അവസ്ഥ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു. അങ്ങനെയും ഈ സ്ത്രീക്ക് അവകാശപ്പെടാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, ഇത്തരം സ്ത്രീകൾ സ്വാഭാവികമായും ആവശ്യപ്പെടുന്നത് മുത്തലാഖാണ്. കാരണം